അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വ്യാപാരരംഗത്തും രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന ഉന്നതനായ നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഹൃദയഭാഗത്ത് ജീവിക്കുകയും അതുപോലെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഒരു വളക്കായിരുന്നു. ഏതൊരു രാഷ്ട്രീയക്കാരനും ഏത് രാഷ്ട്രീയ നേതാവും ബഹുമാനിച്ചിരുന്ന ബാഫഖി തങ്ങൾ നമ്മളുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും നയിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. മതരംഗത്ത് തുടങ്ങിയിരുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ അദ്ദേഹം ഒരു മുശാവർ അംഗമായിരുന്നു. അതുപോലെ സമസ്ത ആ ഉലമാക്കളുടെ ഇടയിൽ തുടങ്ങി നിന്ന മഹാനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുപോലെ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉയരുവാനും ആ വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം മുന്നിട്ട് വരികയുണ്ടായി. ഇവിടെ വ്യാപാരരംഗത്ത് തുടങ്ങിയിരുന്ന അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥത തുടങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ വ്യാപാരരംഗത്ത് വളരെയധികം കാലം പ്രവർത്തിക്കണം. അത് ഒരിക്കലും തന്നെ യാതൊരു കളങ്കമൊന്നുമില്ലാതെ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ രാജ്യത്ത് ഒരു പ്രകാശമായിരുന്നു. എവിടെയും ഈ സദസ്സരും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം ഉയർന്നു നിന്നിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് സമൂഹത്തിൻ്റെ ഈ രാജ്യത്തുള്ളതായ ഈ സംഘടനകളെ, ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുവാനും ആ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു. എല്ലാ വെല്ലുവിളിയെയും നിർത്തിക്കൊണ്ട് എല്ലാ വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ആ രംഗത്ത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇന്ന് അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മതിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ പ്രവർത്തനമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നതും അവിടെ പ്രവർത്തിച്ചതും. ആ രാഷ്ട്രീയ രംഗത്ത് ഉന്നതമായ വ്യക്തിത്വം പുലർത്തിയ അദ്ദേഹമാണ്. ഇന്ത്യ രാജ്യത്ത് പല രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ ഉന്നതരായ വ്യക്തിത്വം വരുമ്പോൾ ബാഫഖി തങ്ങളും അവരുടെ ഇരിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കേരളത്തിൽ എല്ലാവരുടെയും രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളിൽ ഒരിക്കലും പതറാതെ അദ്ദേഹം ആ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് വിജയകരമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവിടെ കേരള ഒരിക്കൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്നപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ചില അപമര്യാദയായ പെരുമാറിയപ്പോൾ, അവിശ്വാസ ലംഘനമായി നടത്തിയപ്പോൾ അതിനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയും അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് ഈ രാജ്യത്ത് ഭരണം മാറ്റിയത്. അതുപോലെ ശ്രീമാൻ അച്യുത് മേനോൻ, അദ്ദേഹത്തെയും ആ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളായിരുന്നു. അച്യുത് മേനോൻ ഈ രാജ്യത്ത് വളരെ കാലം 6 കൊല്ലത്തോളം ഭരിക്കുകയും എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റുകയും ചെയ്തു. ഇങ്ങനെ ഏത് രംഗത്തും വളരെയധികം വിജയകരമായി പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിയിൽ പ്രവർത്തിക്കുകയും
അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾ ഒരു സാഹിത്യം നമ്മൾ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള കാര്യദർശികളെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നാം ഒരുമിച്ച് കൂടിയത് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും നല്ലവരെ പിൻപറ്റി ജീവിക്കാൻ നമുക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയുടെ പൊൻവെളിച്ചത്തിന് 973 ജനുവരി 19 തീയതിയാണ് ബാഫക്കത്തങ്ങൾ മരണപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് വേണ്ടത്ര അറിയാത്ത ആളുകൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും. എന്റെ തലമുറയിൽ തന്നെ വേണ്ടത്ര പരിചയപ്പെട്ട ആളുകളും വിരളമാണ്. വലിയ മനുഷ്യർ സമൂഹത്തിന് ഭാരമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ബാഫക്കത്തങ്ങളും അതിന്റെ സ്മൃതിയും ഒക്കെ അധികപ്പറ്റായി തോന്നുകയാണ്. എന്തോ ഒരു നല്ലതിന്റെ തുടക്കമാണെന്ന് ഈ ബാഫക്കത്തങ്ങൾ ട്രസ്റ്റിന്റെ സ്മാരക ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഒരു നന്മയുടെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട്ടെ പ്രഭാഷണത്തിനിടയിൽ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ പ്രഭാഷണം കേൾക്കാനിടയായ ഒരു ചെറുപ്പക്കാരൻ, അത് കേവലം ഒരു ചെറുപ്പക്കാരന്റെ വാക്കായതുകൊണ്ടല്ല ഞാൻ ഉദ്ധരിക്കുന്നത്. പകരം നമ്മുടെ പുതിയ സമൂഹത്തിന് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എല്ലായിടത്തും നന്മക്ക് പകരം തിന്മ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, അവരൊക്കെ നേതൃത്വം നൽകിയിരുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒരുതരം ശോഷണം ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അടിസ്ഥാനപരമായ കാരണങ്ങളെ കണ്ടെത്താൻ നാം മടിച്ചു പോവുകയോ അടിസ്ഥാനപരമായ കാരണം കണ്ടെത്താൻ താല്പര്യമില്ലാതായി തീരുകയോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥമായ താല്പര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ ലോകത്തിന് നൽകിയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദാനമാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഓരോ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും പ്രവാചകൻ